അടുത്ത് നമ്മൾ പറയാൻ പോണത് എക്യുപ്മെൻറ്റ്സിൻ്റെ മെയിൻ്റനൻസ് പറ്റിയിട്ടാണ്. നമ്മളൊരു എക്യുപ്മെൻറ്റ് ഇപ്പോൾ എന്തായാലും എക്സ്റേ മെഷീൻ ആയാലും അതേപോലെ തന്നെ നമ്മൾ സ്കാനർ ആയാലും പ്രിൻ്റർ ആയാലും കമ്പ്യൂട്ടർ ആയാലും അതെല്ലാം നമ്മൾ പ്രോപ്പർ കെയറും അതേപോലെ മെയിൻ്റനൻസും നമ്മൾ കൊടുക്കണം. അത് ഫിനാൻഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യണം, അത് ഓരോ കൊട്ടേഷൻ രീതിയിലാണ് എക്യുപ്മെൻറ്റ്സും അതേപോലെ നമ്മുടെ മെഷീൻ്റെ സർവീസസൊക്കെ നമ്മൾ ചെയ്യാം. ROI അതാണ് മാക്സിമം നമ്മുടെ ഇമേജസ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഒപ്റ്റിക്കൽ ഓപ്പറേഷൻസ് തന്നെ ബെറ്റർ ഡയഗ്നോസ് റിസൾട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 10 വർഷത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് സർവീസ് മെഡിക്കൽ ഇമേജ് എക്യുപ്മെൻറ്റ്സിന് കാസ്ട്രിയം കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അത് കാസ്ട്രിയത്തിൻ്റെ മാത്രമല്ല, പല എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. പല കമ്പനി ഫിജി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ മെഡിക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല കമ്പനീസും നമ്മുടെ എക്സ്റേ മെഷീൻ സർവീസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കമ്പനിക്കാർക്കും ഓരോ രീതിയിലെ സർവീസസ് ആയിരിക്കും. ചിലപ്പോൾ വർഷത്തിലൊന്നായിരിക്കും, അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോഴായിരിക്കും സർവീസസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ എക്സ്റേ എടുക്കേണ്ട ക്വാളിറ്റിയിലൊക്കെ എന്ത് വരും, ചേഞ്ചസ് ഒക്കെ വരും. അതേപോലെ തന്നെ നമ്മൾ റെഗുലർ പ്രിവെൻറ്റിംഗ് മെയിൻ്റനൻസ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. അതേപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് പ്രോപ്പർലായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. കാരണം എങ്ങനെയാണോ അത് യൂസ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. നമ്മളൊരിക്കലും അതിൻ്റെ കോമ്പോണൻസ് നമ്മൾ എന്താ പറയുക, ഈ സ്കാനറിൽ റോളറൊക്കെ ഉണ്ട്. ആ റോളറാണ് ഇമേജസ് ഇൻഡിഫൈൻ സ്ക്രീൻസ് ഉള്ളിലേക്ക് പോയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കണം. ആ റോളർ നമ്മൾ മാസത്തിൽ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ അത് ക്ലീൻ ചെയ്യണം. പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് മെഷീൻ സ്ലോ ആവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമ്മൾ അടുത്ത് പറയുന്നത് സ്റ്റാഫ് പോളിസി പറ്റിയാണ്. നമ്മൾ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി സർവീസസിൽ റെഗുലറായിട്ടുള്ള കുറച്ച് പോളിസീസുകളൊക്കെ ഉണ്ട്. ഇൻ്റർണൽ മെഡിക്കൽ സ്റ്റാഫ് പോലും ഡയറക്ടർ റേഡിയോളജി സർവീസിൻ്റെ ലൈസൻസുള്ള റേഡിയോളജിസ്റ്റ് ആയിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറായിട്ട് റേഡിയോളജി സർവീസിലുണ്ടായിരിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡുള്ള എക്സ്റേ ടെക്നോളജിസ്റ്റ് എംപ്ലോയ്ഡ് ഫുൾ ടൈം വേണം അവിടെ. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റേഡിയോളജി കോഴ്സ് കംപ്ലീറ്റ് ആയ ആൾക്കാർ മാത്രമാണ് നമ്മൾ എക്സ്റേ ടെക്നീഷ്യൻസ് ആയിട്ട്. എക്സ്റേ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ക്വാളിഫൈഡ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ എക്സ്റേ പ്രൊവൈഡ് ചെയ്യുന്നത് ജനറൽ ഡയഗ്നോസിസ് എക്സ്റേസിലായിരിക്കും. അതേപോലെ ഡയറക്ടർ ഓഫ് റേഡിയോളജി അല്ലെങ്കിൽ മെഡിക്കൽ സർവീസ് അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലായിരിക്കും നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്പേസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ നീഡായി സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാരുണ്ട്, അപ്പോൾ ഇത്രയും സ്റ്റാഫിൻ്റെ രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ എന്തെയാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇത്ര സ്റ്റാഫ് ഉണ്ട്, അവർക്ക് സേഫ്റ്റി ആയിട്ടുള്ള പ്രൊട്ടക്ഷൻസ് ഒക്കെ ഉണ്ട്, ലെഡ് ആപ്രൺ അതേപോലെ തന്നെ TLD ബാഡ്ജൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ റേഡിയോളജിക്ക് വേണ്ടിയുള്ള സ്റ്റാഫിന് പോളിസീസ് കൊടുക്കുക. പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരിക്കലും നമ്മുടെ റേഡിയോഗ്രാഫറിന് പേഷ്യൻസായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളൊരിക്കലും ഒരു കാര്യം പേഷ്യൻ്റെ അടുത്ത് റിവീൽ ചെയ്യാൻ പാടില്ല. നമ്മൾ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഫ്രാക്ചർ ഉണ്ട്, നമുക്ക് കണ്ടാലറിയാം, എക്സ്റേ കണ്ടാൽ നമ്മൾ ഫ്രാക്ചർ ഉണ്ട്, പക്ഷെ അത് ആരോട് പറയാൻ പാടില്ല, പേഷ്യൻസിൻ്റെ അടുത്ത് പറയാൻ പാടില്ല. നമ്മൾ ഡോക്ടേഴ്സാണ് റിപ്പോർട്ട്സും റിസൾട്ട്സൊക്കെ പറയാം. അപ്പം നമ്മളത് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ പേഷ്യൻറ്റിന് മാക്സിമം കുറച്ചുള്ള ലോ ഡോസ് കൊടുക്കാൻ ട്രൈ ചെയ്യുക. നമ്മൾ ഒരു പേഷ്യൻ്റ് ഒരു എക്സ്പോഷറാണ് ആവശ്യമെങ്കിൽ ആ ഒരൊറ്റ എക്സ്പോഷർ നമ്മൾ എക്സ്റേ എടുത്ത് ക്ലിയർ ചെയ്യുക. കൂടുതൽ റേഡിയേഷൻസ് പേഷ്യൻസിന് കൊടുക്കാതെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു പേഷ്യൻറ്റിനെ എക്സ്റേ എടുക്കാൻ. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് കേട്ടോ.